അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. ഒരു പാർട്ടി വിജയിക്കുകയും മറ്റു പാർട്ടികൾ പരാജയപ്പെടുകയും ചെയ്തു. വിജയപരാജയങ്ങളിൽ ഇലാഹിയായ ഇടപെടലുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ദൈവീകമായ കൈകടത്തലുകൾ, ദൈവീകമായ ഇടപെടലുണ്ട് എന്ന് വിജയിച്ചവരും തിരിച്ചറിയണം, പരാജയപ്പെട്ടവരും തിരിച്ചറിയണം. സൂറത്ത് റഹ്മാനിലെ ഒരായത്ത്, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഈ ആയത്തിൻ്റെ അർത്ഥം നാം വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നത്, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവർ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, കുല്ല യൗമിൻ, എല്ലാ സമയവും, എല്ലാ ഓരോ നിമിഷവും, ഹുവ ഫീ ശഅൻ, അവൻ അവൻ്റെ കർത്തവ്യ നിർവഹണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷവും അവൻ്റെ കർത്തവ്യ നിർവഹണത്തിലാണ് എന്ന് സഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വമാ ദാക ശഅനു യാ റസൂലല്ലാഹ്, ആ കർത്തവ്യ നിർവഹണം എന്താണ് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, അൻ യഗ്ഫിറ ദംബൻ യുഫർരിജ കർബൻ യർഫഅ ഖൗമൻ വയദഅ ആഖരീന. ഇതാണ് റബ്ബിൻ്റെ കർത്തവ്യ നിർവഹണം. എന്തൊക്കെയാണ്? യഗ്ഫിറ ദംബൻ, ദോഷങ്ങൾ പൊറുക്കുക. യുഫർരിജ കർബൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് നീക്കിക്കൊടുക്കുക. വയർഫഅ ഖൗമൻ, ഒരു സമൂഹത്തെ വിജയിപ്പിക്കുക. വയദഅ ആഖരീന, ഒരു സമൂഹത്തെ പരാജയപ്പെടുത്തുക. അപ്പോൾ വിജയവും പരാജയവും എല്ലാം ദൈവികമായ ഇടപെടലുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. വിജയിച്ചതിലും അള്ളാഹുവിൻ്റെ ദൈവികമായ ഇടപെടലുണ്ട്, പരാജയപ്പെട്ടതിലും ദൈവികമായ ഇടപെടലുണ്ട്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താ? വിജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും രീതി സ്വീകരിക്കാതെ തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായ കർത്തവ്യം എല്ലാ ജനങ്ങളിലേക്കും നീതിപരമായിട്ട് എത്തിക്കാനുള്ളതായ പരിശ്രമമാണ് ഉണ്ടാകേണ്ടത്. പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരാജയം സമ്മതിക്കുകയും അതുപോലെ തന്നെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള കാരണങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുക എന്നതാണ് പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേതാക്കന്മാരായിട്ട് വരുന്നവർക്ക് അവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല നീതിപരമായ നിലയിൽ നിർവഹിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.